നടനും മിമിക്രി താരവുമായ ബിനു അടിമാലി ഗിന്നസ് പക്രുവിനെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചു എന്ന വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കപ്പെട്ടിരുന്നു. പക്രുവിന്റെ ശരീരത്തെ കളിയാക്കിയെന്നും അത് ബോഡി ഷെയ്മിംഗ് ആണെന്നും ഒക്കെയായിരുന്നു ആരോപണം. സത്യത്തിൽ അന്ന് സംഭവിച്ചത് എന്താണെന്നുള്ള കാര്യത്തെപ്പറ്റി തുറന്ന് സംസാരിക്കുകയാണ് അജയ് കുമാർ എന്ന ഗിന്നസ് പക്രു. ശരിക്കും ബിനു അടിമാലി പറഞ്ഞ ഡയലോഗ് പറഞ്ഞു കൊടുത്തത് പോലും താനാണെന്നാണ് അജയ് കുമാർ പറയുന്നത്. സ്വന്തം ശരീരത്തെ കളിയാക്കിക്കൊണ്ടാണ് താൻ കലാകാരനായത്. കോമഡി വേദികളിൽ പറയുന്ന തമാശ നിറഞ്ഞ കാര്യം കട്ടാക്കി റീലായിട്ട് വരുമ്പോഴാണ് അത് വേറൊരു രീതിയിൽ മനസ്സിലാക്കപ്പെടുന്നതെന്നാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ ഗിന്നസ് പക്രു പറയുന്നത്. ചേട്ടൻ പേടി മാറ്റാൻ ആനയുടെ അടിയിൽ കൂടെ പോകണ്ട, വല്ല ആനപ്പിണ്ടവും വീണാൽ ചേട്ടൻ ഏതാ പിണ്ടം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാതാകുമെന്ന കമന്റ് ആയിരുന്നു പ്രശ്നമായത്. സത്യത്തിൽ ആ കമന്റ് താനാണ് ബിനുവിനെ കൊണ്ട് പറയിപ്പിച്ചത്. പലരും ബിനുവിനെ ഉന്നം വെച്ച് ആക്രമിച്ച സമയത്ത് ഇതും ഉപയോഗിക്കപ്പെട്ടതാണ്. തന്നെ ഏറ്റവും കൂടുതൽ ബോഡി ഷേമിംഗ് ചെയ്തിട്ടുള്ളയാൾ താൻ തന്നെയാണ്. തന്റെ രൂപമാണ് പരിപാടിയിൽ ആദ്യം ചിരി ഉണ്ടാക്കുന്നത് എന്ന തിരിച്ചറിവാണ് തന്നെ കലാകാരനാക്കിയത്. ആ ചിരിയെ പോസിറ്റീവായി എടുക്കുകയും വളർത്തുകയും ചെയ്തു. ഇന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ പറ്റി അവബോധമുള്ള സമൂഹം വളർന്നതിനാൽ മറ്റൊരാൾക്കെതിരെ തമാശ പറയുമ്പോൾ പോലും ആലോചിക്കേണ്ടി വരുമെന്നും, എന്നിരുന്നാലും കോമഡി ചെയ്യുന്നവരെ ഇത്തരമൊരു വൃത്തത്തിലാക്കിയാൽ തമാശ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുമെന്നുമാണ് ഗിന്നസ് പക്രു പറയുന്നത്. മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലെ സ്റ്റാൻഡപ്പ് കോമഡികളിൽ എന്തൊക്കെയാണ് അവർ പറയുന്നത്, എന്നാൽ അത് തമാശയായി തന്നെ എടുക്കപ്പെടുന്നു. ഒരു വേദിയിൽ അവിടുത്തെ മൂഡ് അനുസരിച്ച് പറയുന്ന കാര്യങ്ങൾ കട്ട് ചെയ്ത് റീലായി കാണുമ്പോഴാണ് മറ്റൊരു വിധത്തിലായിരിക്കുമെന്ന് മനസ്സിലാക്കപ്പെടുന്നത്. അതുമാത്രം കണ്ട് ബോഡി ഷേമിംഗ് ചെയ്തുവെന്നോ അഹങ്കാരത്തോടെ സംസാരിച്ചെന്നോ വിലയിരുത്താനാകില്ല. അതേസമയം പൊതുസമൂഹത്തിന് മുന്നിൽ തമാശ പറയുമ്പോൾ ബോഡി ഷേമിംഗ് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണമെന്നും നടൻ ഓർമ്മിപ്പിക്കുന്നു. ആദ്യമായി ബോഡി ഷേമിങ്ങിനെ പറ്റി സംസാരിക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചും പക്രു തുറന്ന് സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല, ശാരീരിക പരിമിതിയുള്ള ആളുകളെ പൊതുവിടത്തിൽ കളിയാക്കുന്നതും പ്രോഗ്രാമിൽ പറയുന്ന തമാശകളും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നും, ക്വാഡൻ എന്ന കുഞ്ഞിനെ കൂട്ടുകാർ ബോഡി ഷേമിംഗ് ചെയ്തതിന്റെ പേരിൽ അവൻ വിഷമിച്ച് കരയുന്നത് കണ്ടപ്പോഴാണ് ആദ്യമായി താൻ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതെന്നും നടൻ പറയുന്നുണ്ട്. അതേസമയം മലയാളികളുടെ പ്രിയങ്കരനായ നടനാണ് അജയ് കുമാർ. മിമിക്രി വേദികളിലൂടെയായിരുന്നു നടന്റെ തുടക്കം. പിന്നീട് അദ്ദേഹം ടെലിവിഷൻ പരിപാടികളിലേക്കും അവിടെ നിന്നും സിനിമയിലേക്കും എത്തി. തുടക്കകാലത്ത് കോമഡി വേഷങ്ങളായിരുന്നു അജയ് കുമാറിനെ തേടിയെത്തിയത്. പിന്നീട് നായകനായും സഹനടനായുമെല്ലാം അദ്ദേഹം കൈയടി നേടി. സ്വഭാവ നടനായും കൈയടി നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അവാർഡുകളും ഗിന്നസ് റെക്കോർഡുകളും സ്വന്തമാക്കാനും സാധിച്ചു. അങ്ങനെയാണ് അജയ് കുമാർ ഗിന്നസ് പക്രുവായി മാറുന്നത്. അഭിനയത്തിനു പുറമെ സംവിധാനത്തിലും നിർമ്മാണത്തിലുമെല്ലാം അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.